ഹായ്, പ്യുവർ ഡിസൈൻ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1170 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം സൗകര്യത്തോടു കൂടി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സൗകര്യത്തോടു കൂടിയിട്ട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 10.12 മീറ്റർ വീതിയും 11.22 മീറ്റർ നീളത്തിലും വരുന്ന ഈ ഒരു പ്ലാൻ ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് ഫ്രണ്ടേജ് 3 മീറ്ററും ബാക്കിൽ 2 മീറ്ററും ഇരു സൈഡിലായിട്ട് 1 മീറ്ററും 1.5 മീറ്ററും ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞാൽ ഒരു 5.5 സെന്റ് പ്ലോട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ പ്ലാനിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രണ്ട് റോഡ് പോകുന്നത്. ഭൂമിയുടെ കിടപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു കോർണർ വ്യൂവും ഈ ഒരു ഫ്രണ്ടേജ് വ്യൂ ആണ് ഈ ഒരു പ്ലാനിന് എലിവേഷന് വ്യൂ ആയിട്ട് ലഭിക്കുക. അപ്പോൾ എലിവേഷന് വ്യൂ നമ്മളെ പ്ലോട്ടിന്റെ കിടപ്പിന്റെ സാധ്യതകളും എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം സംസാരിക്കാം. നീളത്തിൽ വരുന്ന വരാന്ത, ആ വരാന്തയുടെ എൻഡിലായിട്ട് ഒരു പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് സ്റ്റെപ്പ് എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഭാഗം വേക്കൻ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മെയിൻ ഡോറ് കടന്നു വരുമ്പോഴത്തേക്കും ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ ഈ ഒരു എൽ ഷേപ്പിലാണ് സോഫ അറേഞ്ച്മെന്റ് നൽകിയിരിക്കുന്നത്. കയറി വരുന്ന അതിഥികൾക്ക് അഭിമുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സോഫ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു സോഫയിൽ ഇരുന്നുകൊണ്ട് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആംഗിളിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്ലാനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയിലായിട്ട് ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പാർട്ടീഷൻ വാളിനെ നമ്മുടെ 3D പ്ലാനിൽ നോക്കിയാൽ അറിയാം, ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർട്ടീഷൻ വാൾ നൽകിയിരിക്കുന്നത്. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്, നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയും അകത്തേക്ക് വരികയും ചെയ്യുന്ന ഒരാൾക്ക് ലിവിംഗ് റൂമിൽ ഒരു അതിഥി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവസിക്ക് അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഡൈനിങ് റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയ പ്രോപ്പർ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിനെ നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അങ്ങനെ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അസൗകര്യമൊന്നുമില്ലാതെ കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പാർട്ടീഷൻ വാളിനെ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെ 3.26 മീറ്റർ ഇവിടെ അത്യാവശ്യം കിട്ടുന്നതിനാൽ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടീഷൻ വാൾ വെച്ചത് കൊണ്ട് ലിവിംഗ് ഏരിയ ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാനും സാധ്യതയില്ല. ഇനി ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാഷ് ഏരിയ നൽകിയിട്ടുള്ളത് പറഞ്ഞല്ലോ, അത് നമ്മൾ കോമൺ ടോയ്ലറ്റിന്റെ അകത്തേക്ക് കയറ്റി ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു 3D പ്ലാൻ നോക്കുമ്പോൾ കാണാം നമുക്ക് എങ്ങനെയാണ് ആ ഒരു ടോയ്ലറ്റിലേക്ക് അത്രയും ഏരിയ കവർ ചെയ്തിരിക്കുന്നത് എന്ന്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർ ക്ലോസറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഷവർ ഏരിയ നൽകിയതിനാൽ ഈ ഒരു അസൗകര്യം ആ ടോയ്ലറ്റിൽ തന്നെ നമുക്ക് കാര്യമായി കാണാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കിച്ചന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ അളവിലുള്ള ഒരു കിച്ചനാണ്. ഒറ്റ കിച്ചൺ മാത്രമേ നമുക്ക് ഈ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിലായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നതിനാൽ തന്നെ നമുക്ക് ഈ ഒരു കിച്ചൺ മതിയാവും. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്, നമ്മളൊരു ക്ലോസ്ഡ് കിച്ചൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡോർ ഇങ്ങനെ തുറന്ന് വെക്കുന്നതിൻ്റെ സ്പേസ് നമുക്ക് നഷ്ടമാവും. നമുക്ക് ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നമുക്കതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്യും. ഈ 2 കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഇതിനെ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്ത സമയത്ത് കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കിച്ചണിലുള്ള ഒരാൾക്ക് ബാക്കി എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 ബെഡ്റൂമുകളുടെ ഡിസൈനാണ്. ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ഇതാണ്. ഇതിനകത്ത് തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലാണ് ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിട്ടുന്ന ഈ ഭാഗത്തായിട്ട് വാർഡ്രോബും ചെറിയൊരു ലാപ്ടോപ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോഴും അതും തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബും ഈ ഒരു ഭാഗത്ത് മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഈ വിൻഡോ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ് നമുക്ക് സ്ലൈഡിംഗ് വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിംഗ് വാർഡ്രോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ വാർഡ്രോബിന് കണക്ക് തന്നെ ഡോറ് തുറന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും. ഈ ഒരു റൂമിലും നമുക്ക് ഇങ്ങോട്ട് കിഴക്കോട്ട് തലവെക്കുന്ന രീതിയിലാണ് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വാർഡ്രോബും സ്ലൈഡിംഗ് വാർഡ്രോബാണ്. അതിൻ്റെ യൂസ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു അയൺ ടേബിൾ ആണ്. അത് നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു അയൺ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത സമയത്ത് ചുവരിനോട് ചേർന്നിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണിത്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് എങ്ങനെയാണെന്ന് കാണാനായിരിക്കും. വളരെ സിമ്പിളായിട്ട് കണ്ടംപററി ശൈലിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എലിവേഷൻ ആണിത്. നമ്മൾ ആദ്യം എൻ്റെ വ്യൂവിൻ്റെ കാര്യം സംസാരിച്ചല്ലോ.
നമ്മൾ റോഡ് ഈ വരുന്ന ഒരു ഭാഗത്തായിട്ട് റോഡ് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പ്ലോട്ടിന് വ്യൂ കിട്ടുന്നത് ഈ ഒരു കോർണർ വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു കോർണർ വ്യൂവിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഫ്രണ്ടേജും ഈ ഒരു സൈഡിലുമാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസൈൻ എലമെൻറ്റുകൾ നൽകിയിരിക്കുന്നത്. ബാക്കി ഏരിയ എല്ലാം വളരെ സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും ഈ വീടിൻ്റെ ഡീറ്റെയിലിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീടിൻ്റെ പ്ലാൻ ആവശ്യക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള ധാരാളം വീടുകളുടെ ഡിസൈനുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. എൻ്റെ ഈ പ്രേക്ഷകരോട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ധാരാളം വീടുകളുടെ പ്ലാനും എലിവേഷനും 3D പ്ലാനും ഹോം ടൂർ സീരീസും ഇൻറ്റീരിയർ ഡിസൈനും ഒക്കെ ലഭ്യമാണ്. ഇതും കൂടി നിങ്ങൾ ഒന്ന് നോക്കണം. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ താങ്ക് യു.